നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 784 784. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീകൃഷ്ണ കഥാമൃതം ഭഗവാന്റെ ലീലാകാന്ഡം ഒക്കെ കഴിഞ്ഞു. ഉപാസനാകാന്ഡത്തിൽ 48-ാം സർഗം യോഗത്രയവർണ്ണനം. 3 തരത്തിലുള്ള യോഗങ്ങൾ പറ്റി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആസ് യൂഷ്വൽ കഴിഞ്ഞ എപ്പിസോഡിൽ 47-ാം സർഗത്തിൽ 31 ശ്ലോകങ്ങളുള്ളത്. അപ്പോൾ ആ 31-ാമത്തെ ശ്ലോകം പറഞ്ഞ് നിർത്തി. സ്വജീവിതം രാപ്പകൽ മെല്ലെ മെല്ലെ മുറിപ്പതായി ഓർത്ത് ഭയന്നു വിദ്വാൻ ഭോഗാശകൈ വിട്ടുടൻ എൻ പാദാംബുജോപാസനം ചെയ്തു സുഖിച്ചിടുന്നു. ഭഗവാന്റെ തിരുപാദപത്മങ്ങളെ സ്മരിക്കാതെ കണ്ട് ഒരു കർമ്മം ചെയ്യരുത്. ഇന്ന കർമ്മം എന്നില്ല. കാരണം ചെയ്യപ്പെടുന്ന കർമ്മത്തിൻ്റെ ഫലം നന്നാവണമെങ്കിൽ ഈശ്വരസ്മരണ വേണം, പിന്നെ സത്കർമ്മങ്ങൾ ചെയ്യും വേണം. അപ്പം ഇനി നമ്മൾക്ക് യോഗത്രയ വർണ്ണനത്തിലേക്ക് കടക്കുക. ശ്ലോകം 1. ഈ വണ്ണം ആത്മശ്രേയസ്സിനുദ്യമിക്കാത്ത മനുഷ്യൻ. ശ്രേയസ്സിനു വേണ്ടി ഉദ്യമിക്കാത്ത മനുഷ്യൻ എത്രയും ശോചനെന്നല്ലാതെന്തു ചൊല്ലിയിടും ഉദ്ധവ. ഉദ്ധവരെ, ഈ വണ്ണം ആത്മശ്രേയസ്സിന് ഉദ്യമിക്കാത്ത മനുഷ്യൻ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്താ ഇപ്പോൾ ഇത് കേട്ടിട്ടില്ലെങ്കിൽ കുഴപ്പം ചോദിച്ചാൽ കുഴപ്പമാണ്, മൊത്തം കുഴപ്പമാണ്. കേട്ടാൽ പോരാ, കേട്ടത് മനനം ചെയ്യണം, ജീവിതത്തിലേക്ക് പകർത്തണം. എന്നാൽ മോക്ഷം ഉറപ്പാണ്. ഇനി മനുഷ്യദേഹം ജീവന് സംസാരാബ്ധി കടക്കുവാൻ ഈ മനുഷ്യജന്മം എന്തിനാണ് കിട്ടണത്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദർ ആർ 84 lakhs കാറ്റഗറീസ് ഓഫ് ജീവാസ്. അതിന് മനുഷ്യൻ മാത്രമാണ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൂ ഭൂമിക്ക്, ബാക്കിയുള്ളതൊക്കെ സമാന്തരാണ്. അപ്പോൾ മനുഷ്യനായി പറഞ്ഞാൽ സംസാരമാകുന്ന സമുദ്രം കടക്കാനുള്ള ത്വരിതുണ്ടാവണം. കൈവന്ന കൽപ്പഴും കപ്പൽ അപേക്ഷിക്കലണഞ്ഞുടൻ. അപേക്ഷിക്കണം, ഭഗവാനോട് പറയണം, അങ്ങയുടെ തിരുപാദപത്മങ്ങളാകുന്ന ഒരു ചങ്ങാടം, അങ്ങയുടെ കൃപയാകുന്ന കാറ്റ് ആകുന്ന പങ്കായം. കാറ്റുണ്ടായാൽ മതി. പായവഞ്ചിയാണ്, പായ വലിയ തുണി കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ മനുഷ്യദേഹം ജീവനു സംസാരാബ്ധി കടക്കുവാൻ കൈവന്ന കൽപ്പഴും കപ്പൽ അപേക്ഷിക്കിൽ അണഞ്ഞുടൻ തുഴപ്പാൻ ഗുരു തയ്യാറാണ്. ഭഗവാൻ തയ്യാറാണ് നമ്മുടെ തോണി അവിടേക്ക് എത്തിക്കാൻ, മറുകരയിലേക്ക്. തുഴപ്പാൻ ഗുരു തയ്യാറാണ്, ആശ്രയിക്കുകിൽ എപ്പോഴും. ആശ്രയിക്കണം, എന്നെ കടത്തി വിടണേ, എന്നെ കടത്തി വിടണേ എന്ന് പറയണം. വേണ്ടയിടത്തേക്കു വീശുന്ന കാറ്റ് പോലെ തുണയ്ക്കുവാൻ. ഭഗവാൻ പഞ്ചഭൂതങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, പ്രാണനിലുണ്ട്, ബാലാഗ്രശതവാഗസ്യ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം ഭഗവാനെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിയാൽ ഭഗവാന്റെ കൃപയാകുന്ന കാറ്റ് ഈ പായവഞ്ചീനെ തരണം ചെയ്യിപ്പിക്കും, ഭവസാഗരം തരണം ചെയ്യിപ്പിക്കും. അപ്പോൾ പറയണു, അരികിൽ തന്നെ ഞാൻ കാത്തു നിൽപ്പുണ്ട് ആർക്കുമാകയാൽ. ഉള്ളിൽ തന്നെ ഉണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, എന്നെ മനസ്സിലാവുന്നതാണ് പറഞ്ഞത്. വേണ്ടയിടത്തേക്ക് വീശുന്ന കാറ്റ് പോലെ തുണയ്ക്കുവാൻ അരികിൽ തന്നെ ഞാൻ കാത്തു
നിൽപ്പുണ്ട് ആർക്കുമാകയാൽ യത്നകോടികളാൽ കിട്ടാത്തത് കൈവന്ന വേളയിൽ. യത്നകോടികൾ, കോടി കണക്കിന് എന്താണെന്ന് പറയാം, യത്നിക്കുക എന്ന് പറഞ്ഞാൽ യത്നിക്കുക. അപ്പോൾ പറയണു, യത്നകോടികളാൽ കിട്ടാത്തതു കൈവന്ന വേളയിൽ വിമുക്തി മാർഗമോർക്കാതെ, വിമുക്തി വിശേഷപ്പെട്ട മോക്ഷം ആഗ്രഹിക്കാതെ വിഷയം തന്നെ പിന്നെയും പിന്നെയും തേടുവോൻ ആത്മഘാതിയാണില്ല സംശയം. ആത്മാവിനെ ഹനിക്കുന്നവനാണ് എന്നാണ് പറഞ്ഞത്. ആത്മാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് സ്വയം മേൽഗതി പ്രാപിക്കാതെ കണ്ട് പുനരഭിജനനം പുനരഭിമരണത്തിൽ കൃഷ്ണ ഗുരുവായൂരപ്പ പ്രയത്നിക്കുകയാണ്. വിമുക്തി മാർഗമോർക്കാതെ വിഷയം തന്നെ പിന്നെയും പിന്നെയും തേടുവോൻ ആത്മഘാതിയാണില്ല സംശയം. ഗൃഹകാര്യങ്ങളൊട്ടൊട്ടുമടുത്താൽ അവൻ ഇന്ദ്രിയം അടക്കി അഭ്യസിക്കണം അകതാരിൽ അകതാരെ എന്നിൽ നിർത്തുവാൻ. നമ്മുടെ മനസ്സിനെ ഭഗവാന്റെ പാതാരവിന്ദത്തിൽ തളച്ചിടാൻ നമ്മൾക്ക് സാധിക്കണം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളല്ലാതെ കണ്ട് നമ്മൾക്ക് വേറൊരു ഗതിയില്ല. നിൽക്കില്ല എന്നാലും ഇഷ്ടം പോലെങ്ങും മുൻമട്ടിൽ മേയുവാൻ വിടാതെ നോക്കിയേ നിന്നിടേണം ഒട്ടേറെ നാൾ വരെ. ഈ ഭഗവാനെ സ്മരിക്കാൻ ധ്യാനിക്കാനുള്ള ശക്തിവിശേഷം കിട്ടുന്നത് വരെ യത്നം തുടരണം. ഭഗവാനെ ഓരോ ശ്വാസനിശ്വാസത്തിലും അനുസന്ധാനം ചെയ്യാനുള്ള കഴിവ് വന്നാലോ രക്ഷപ്പെട്ടു. അതാണ് പറഞ്ഞത്, വിടാതെ നോക്കിയേ നിന്നിടേണം ഒട്ടേറെ നാൾ വരെ. പ്രാണേന്ദ്രിയങ്ങളെ ഒട്ടൊട്ടായി തടഞ്ഞ് അധ്യാത്മചിന്തകൾ, പ്രാണേന്ദ്രിയങ്ങളെ ഒട്ടൊട്ടായി കുറേശ്ശെ തടഞ്ഞ് അധ്യാത്മചിന്തകൾ കഥാമൃതത്തിൽ ചാലിച്ചു നാവിൽ ഉറ്റിച്ചു പിന്നെയും നാവിൽ ഉറ്റിക്കുക. ഭഗവാൻ നാവിൽ ഉറ്റിക്കണു, നമ്മൾ പറയണു, നമ്മൾ തന്നെ കേൾക്കണം. അതാണ് പറഞ്ഞത്, പ്രാണേന്ദ്രിയങ്ങളൊട്ടൊട്ടായി അടഞ്ഞ് അധ്യാത്മചിന്തകൾ കഥാമൃതത്തിൽ ചാലിച്ച് നാവിൽ ഉറ്റിച്ചു പിന്നെയും ധ്യാനിപ്പളവ് എണീറ്റ് അങ്ങ് ഇങ്ങ് ഓടാൻ തന്നെ തുടങ്ങുക. മെല്ലെ മെല്ലെ മെരുക്കേണം മതിമാൻ പല മട്ടിലും. ഏതൊക്കെ കാര്യങ്ങളെ കൊണ്ടാണ് മനസ്സിനെ വരുതിയിൽ നിർത്താൻ സാധിക്കുക, അതൊക്കെ നമ്മൾ ശ്രമിക്കണം. എന്തിനു വേണ്ടിയിട്ട്? മനസ്സിനെ ഭഗവാന്റെ തിരുപാദപത്മങ്ങളിൽ ഒതുക്കിയ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. താൻ തോന്നിയാം കുതിരയെ കടിഞ്ഞാണൊന്നയച്ചിട്ടും ബിരുദാർന്നോൻ വശത്താക്കാൻ അതു നല്ലൊരു വായമാം. നല്ല കുതിരകളെ മൂക്കുകയറിട്ടിട്ട് കടിഞ്ഞാണെന്നാ പറയാം, അത് അതിൻ്റെ പിടിച്ചിട്ടും അയച്ചിട്ടും വലിച്ചിട്ടും അയച്ചിട്ടും അങ്ങനെയാണ് കുതിര ഓടുക. അപ്പോൾ ഈ തേര് തെളിക്കണവനാണെങ്കിലും കുതിരപ്പുറത്തിരിക്കണവനാണെങ്കിലും അറിയണം, കാര്യങ്ങൾ അറിയണം, നിമ്നോന്നതങ്ങളെ കുണ്ടും കുഴിയും ഒക്കെ അറിയണം. അതുകൊണ്ടാണ് പറഞ്ഞത് താന്തോ നീയാം കുതിരയെ കടിഞ്ഞാണൊന്നയച്ചിടും ബിരുദാർന്നോൻ വശത്താക്കാൻ അത് നല്ലൊരു വായമാം. അതേപോൽ ആദ്യം ഇഷ്ടങ്ങളൊട്ടേകി മനസ്സിനെ, അതേപോലെ ആദ്യം ഇഷ്ടങ്ങളൊട്ടേകി മനസ്സിന് വേണ്ടതൊക്കെ ആദ്യം കൊടുക്കുക, പിന്നെ കുറേശ്ശായിട്ട് നിർത്തുക. അപ്പോൾ ക്ഷോഭം വരാത്തൊരവസരം ഉണ്ടാവണം. ക്ഷോഭിച്ചാൽ പോയി. ക്ഷോഭിച്ചാൽ എന്തൊക്കെ ഉണ്ടായി അതൊക്കെ പോവും. കാമക്രോധ മത മത്സര ലോഭ ഭയങ്ങൾ ഇല്ലാത്ത അവസ്ഥ വരും. അപ്പോൾ പറഞ്ഞു, താന്തോന്നിയാം കുതിരയെ കടിഞ്ഞാണൊന്നയച്ചിടും ബിരുദാർന്നോൻ വശത്താക്കാനത് നല്ലൊരു പായമാം.
അതേപോൽ ആദ്യം ഇഷ്ടങ്ങളൊട്ടേകി മനസ്സിനെ ഭക്തിമാർഗത്തിൽ അങ്ങിങ്ങു തെറ്റാതോടിച്ചു കൊള്ളണം. ആ മട്ട് ഇണങ്ങും ഉൾക്കാമ്പിന്നിളക്കം തീരെ നിൽക്കുവാൻ. അപ്പം നമ്മുടെ മനസ്സ് നമുക്ക് സ്വയത്താവണം. അതിനെ ആമട്ട ഇണങ്ങും ഉൾക്കാമ്പിന്ന ഇളക്കം തീരെ നിൽക്കുവാൻ മനസ്സ് അനങ്ങാതെ കൊണ്ട് സൂക്ഷിക്കാൻ സാധിക്കണം. അപ്പോൾ പറഞ്ഞു, ആമട്ട ഇണങ്ങും ഉൾക്കാമ്പിൽ ഇളക്കം തീരെ നിൽക്കുവാൻ ഉപായം തന്നെയാണ് ആർക്കും ആത്മാത് ഒരു മിനിറ്റ്. ആമട്ടിൽ ഇണങ്ങും ഉൾക്കാമ്പിന്ന ഇളക്കം തീരെ നിൽക്കുവാൻ ഉപായം തന്നെയാണാർക്കും ആത്മവിചിന്തനം. തത്വസംഖ്യകൾ എണ്ണീടും സാങ്ക്യമാർഗത്തിലൂടവേ മഹത്തത്വം മുതൽ കൊള്ള സൃഷ്ടിക്രമവും ആവിധം. സംഹാരക്രമം ഇങ്ങോട്ടും വീണ്ടും വിചക്ഷണൻ വിചാരം ചെയ്തു കൊള്ളേണം. ഉള്ളം തെളിയോളവും നിർമ്മല മനസ്സിൻ്റെ ഉടമയാകുന്നത് വരെ ഈ കൗശലം തുടർന്നിരിക്കണം എന്നാണ് പറഞ്ഞത്. ഞാൻ അവിടെ നിർത്തുക, 10 മിനിറ്റ് ആയിട്ടുള്ളൂ. എനിക്കറിയാഞ്ഞിട്ടല്ല, മനസ്സിലായില്ലേ? സുസ്തി വന്നിട്ട് വയ്യ, അതുകൊണ്ടാണ്. അപ്പോൾ 785 എപ്പിസോഡ് നാളെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാസുസം നിർലോഭം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. നമസ്കാരം.